ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഓണമായിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിക്കട്ടെ. ഇപ്പോൾ സ്കൂളിൽ ഓണമൊക്കെ പരിപാടികളോട് നമുക്കൊക്കെ ഒന്ന് പോകാനും കാണാനും സദ്യ കഴിക്കാനൊക്കെ ഒന്ന് പറ്റി കേട്ടോ. അത് വലിയൊരു ഉപകാരം തന്നെയാണ്. അത് ചിലവരൊക്കെ വലിയൊരു അപരാധമായിട്ടാട്ടോ കാണുന്നത്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം, ഞങ്ങൾ റിബിൾഡ് ബിൽഡി അവൻ്റെ സ്കൂളിൽ സദ്യ ഉണ്ടാകാൻ പോവാം കേട്ടോ. പ്രിൻസിപ്പൾക്ക് പനി, ഫാത്തിമാക്ക് പിന്നെ സുഖമില്ല ഒക്കെ പാണ്ടിക്കാട് പോയ ഒരു ക്ഷീണം തളർച്ചയൊക്കെയായിട്ട്. അപ്പോൾ എനിക്ക് പോകാണ്ടിരിക്കാനും ഇല്ല, ടോക്കനൊക്കെ തന്നതാണ്. അപ്പോൾ അതാ ഞാനിപ്പോഴും ഇവനും റിയാസ്കി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫാത്തിമക്കുട്ടൻ്റെ ഒരു കിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള അർഹതപ്പെട്ടവർക്കാണ് ആ കിറ്റ് കിട്ടേണ്ടത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എന്നെപ്പോലെ നിറയെ ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്കൊന്നും ഒരു കിറ്റ് തരുന്നില്ല. നമുക്ക് അടുപ്പിട്ട് കാണാം കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയി ഒക്കെ കഴിഞ്ഞ ശേഷം വേണ്ട നമുക്ക് ഫാത്തിമക്കുട്ടിൻ്റെ കിറ്റ് വാങ്ങാൻ. അപ്പോൾ റിൻഷിമോൾക്ക് പനിയായ കാരണം അവളുടെ സ്കൂളിൽ നിന്ന് ഓണപ്പരിപാടിയാണ്, അവൾക്ക് പോകാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമായിട്ടോ, അവൾക്ക് ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെജുട്ടിൻ്റെ കുട്ടീൻ്റെ സ്കൂളിലൊക്കെ വന്നപ്പോൾ അവർ സദ്യ കഴിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നുണ്ടോ. പിന്നെ ചെറിയ 2 പരിപാടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളുടെ. അപ്പോൾ അതൊന്ന് കണ്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തോളൂ. പിന്നെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു ക്ലാസ് റൂമിൽ തന്നെ കേട്ടോ പിന്നെ 2 ഇരുത്തിയത്. അപ്പോൾ ഒരു 3 മണിക്കാണ് നമുക്ക് കിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു കിറ്റാണെങ്കിലും അത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. അതാണ് വലിയൊരു എന്താ പറയുക, എല്ലാവരും സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവരും ഭിന്നശേഷി കുട്ടികളുള്ള എല്ലാവരും സന്തോഷിക്കണം. പക്ഷെ അവർ കുറച്ച് പേർക്ക് കേട്ടോ കൊടുക്കണുള്ളൂ. അപ്പോൾ അത് എന്തായാലും ചെറിയ എന്താ പറയുക മോശം ആയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറയുക, നമുക്ക് ചെറുതാണെങ്കിലും എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കണ്ടേ, എല്ലാവരിലും എത്തണ്ടേ. അപ്പം നമ്മുടെ അംഗനവാടിത്തെ എല്ലാവരും നല്ല എന്താ പറയുക, എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്ന ആൾക്കാരാട്ടോ. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമുക്കെല്ലാം അറിയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വലിയൊരു ഹെൽപ്പാണ്. നമ്മുടെ അംഗനവാടിത്തെ ടീച്ചറായാലും ഹെൽപ്പറായാലും നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ അവർ ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത് എന്തൊരു ഇതുണ്ടെങ്കിലും പറയാനും അതിനും ഒരു മനസ്സ്, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും എടുത്തിട്ടല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവർ അറിയണമല്ലോ എല്ലാവർക്കും എത്തണം. അപ്പോൾ കുറച്ച് പേര് മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ, എല്ലാവരും സന്തോഷിക്കണം. അപ്പോൾ എന്നും നമുക്കത് കിട്ടിയിട്ടല്ല, എന്നാലും കിട്ടുമ്പോൾ കുറച്ച് ആണെങ്കിലും എല്ലാവർക്കും അത് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിതാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എല്ലാവർക്കും കിട്ടണം, അതാണ് നമ്മുടെ സന്തോഷം. എല്ലാവരും ഓണായിട്ട് സന്തോഷിക്കട്ടെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതാ കുറച്ച് പേർക്ക് കേട്ടോ ഇവിടെ കിറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലർക്ക് ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നാലും ഒരു വിഷമം കിട്ടാണ്ടാവുമ്പോൾ എല്ലാവരും ഭിന്നശേഷി കുട്ടികളുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവർക്കൊരു ഇത് കിട്ടുമ്പോൾ ഒരു ഇതല്ലേ കൊടുക്കും. അവർ പറയുന്നത് ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ പിരിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാം അമ്മ കിട്ടണമല്ലോ. പോലുള്ള തന്നെ ചേർത്തിട്ടുള്ള ഓണമാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും കൃത്യമായി നിശ്ചയിച്ചുള്ള ആ സമയങ്ങളിലെല്ലാം കൃത്യമായി തന്നെ ചെയ്തു പോകുന്നുണ്ട്. ഇത് നഗരസഭയോ അല്ല, സർക്കാർ തരുന്നുണ്ട്. കൗൺസിലർമാർ മുൻകൈയെടുത്ത് അവരുടെ കയ്യെത്തുള്ള വിഹിതമായിട്ടാണ് നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങളോടൊപ്പം ചേർത്ത് ഓണം ആഘോഷിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റായിട്ടാണ് ആ ചടങ്ങിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നിലനിർത്തുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണേട്ടനാണ് കേട്ടോ സംസാരിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.